Hi friends, welcome to English Raindrops. In the last video, I took some part of the lesson How far is the river in Unit 1 Nature's Plenty. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ നാച്ചുറൽസ് പ്ലെൻറ്റി എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠഭാഗത്തിലെ ഏതാനും ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഏതാനും പാരഗ്രാഫ്സിലെ കുറച്ച് ഭാഗം. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ഞാൻ ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഇടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ ലിങ്കിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഭാഗം ഈ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം കിട്ടുന്നതായിരിക്കും. ഓക്കെ, കം ടു ദ ക്ലാസ്. Let's start the remaining part of the lesson. She held a long curved knife with which she had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. How far is it to the river? Asked the boy. The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head, a flash of red and green. The bird disappeared amongst the trees. നമുക്ക് ഈ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം. അത് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലുള്ള ഏതാനും വേർഡ്സ്, ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഒന്നാമത്തെ ഒരു വേർഡ് എന്താണെന്ന് വെച്ചാൽ ലോങ് എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കമ്പാരേറ്റീവ് ഡിഗ്രി ലോങ്ങറും സൂപ്പർലേറ്റീവ് ഡിഗ്രി ലോങ്ങസ്റ്റുമാണ്. ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്. കേവ്ഡ്, കേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവ് അല്ലേ, കേവ് എന്ന് വെച്ചാൽ വളഞ്ഞ നർത്തം. കേവ്ഡ് നൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന നൈഫ് എന്ന് പറയാം, നമ്മൾ കേവ്ഡ് നൈഫ് എന്ന് പറയാം അല്ലേ. പിന്നെന്താണ് കട്ട് എന്ന ക്രിയേൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് തന്നെയാണ്. കറ്റ്, കറ്റ്, കറ്റ്. ബാംഗിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പല ആൾക്കാരും പെൺകുട്ടികളൊക്കെ ബാംഗിൾസ് ഒക്കെ ഇടല്ലേ. ബാംഗിൾസ് എന്ന് വെച്ചാൽ വളകളാണല്ലേ. ബാംഗിൾസ് വളകളാണ്. അവിടെ ഒരു വാക്കുണ്ട് WOR, വോർ എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ പ്രസൻറ്റ് ഫോം വെയർ ആണ്. വെയർ, വോ, വോൺ. വെയർ, വോർ, വോൺ. WOR, വോർ, WORN, വോൺ. അത് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു വാക്കാണ് സ്പീക്കിൻ്റെ പാസ്റ്റ് ആണ് സ്പോക്ക്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ എന്നാണ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഈ വേർബിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സ്പോക്കും സ്പോക്കണാണ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. പിന്നെ ഒബ്വിയസ്ലി എന്നൊരു വാക്കുണ്ട്. ഒബ്വിയസ്ലി, ക്ലിയർലി എന്നർത്ഥമാണ്, വ്യക്തമായിട്ട് എന്നർത്ഥമാണ്. ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ ക്ലിയർലി അഥവാ വ്യക്തമായി എന്നാണ്. തിങ്ക് എന്ന ക്രിയേൻ്റെ പാസ്റ്റ് തോട്ടാണ്. തിങ്ക്, തോട്ട്, തോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളും തോട്ട് തന്നെ. തിങ്ക്, തോട്ട്, തോട്ട്. ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു സംശയം, ഒരു മടിയാണ്. ഒരു മടി, സംശയം. അതാണ് ഹെസിറ്റേഷൻ. ഒരു സംശയം അങ്ങനെ നിൽക്കുക. ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെയ്യണോ വേണ്ടെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുക നമ്മൾ. അതാണ് ഹെസിറ്റേഷൻ, ഒരു മടി, ചെറിയൊരു സംശയം. റാൻ ഡൗൺ ദ പാത്ത്. പിന്നെ എന്താണ് സ്ക്രീച്ച്ഡ് എന്ന വാക്ക്. പാരറ്റ് എന്താണ് സ്ക്രീച്ച്. പാരറ്റ് എന്താ ചെയ്യുക? പാരറ്റ് ഉണ്ടാക്കുന്ന ശബ്ദമാണ് സ്ക്രീച്ചിങ് സൗണ്ട് കേട്ടോ. പാരറ്റ് സൗണ്ടാണ് സ്ക്രീച്ച് എന്ന് പറയുന്നത്. അപ്പിയർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസപ്പിയർ. അപ്പിയർ ഓപ്പോസിറ്റ് ഡിസപ്പിയർ. അപ്പിയേർഡ്, ഡിസപ്പിയേർഡ്. ഇത്രയും വേർഡ്സാണ് ഇതിലുള്ളത്. ഇതൊക്കെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഷീ ഹെൽഡ് എ ലോങ് കേർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. ദാറ്റ് ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതർ ഭാഗത്ത് നിന്ന് വരുന്ന ആ കുട്ടി എന്തായിരുന്നു? ഹെൽഡിങ് ഓർ ഷീ ഹെൽഡ് എ ലോങ് കേർവ്ഡ് നൈഫ്. ഷീ ഹാഡ് എ നൈഫ് ഇൻ ഹെർ ഹാൻഡ് അല്ലേ. ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. വിത്ത് ദിസ് നൈഫ്, കേർവ്ഡ് നൈഫ്, ഷീ വാസ് കട്ടിങ് ഗ്രാസ്. ഇത് ഉപയോഗിച്ചായിരുന്നു കുട്ടി ഗ്രാസിലെ പുല്ലൊക്കെ അരിഞ്ഞു കൊണ്ടുവന്നത്. ദ ബാംഗിൾ ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്. ഷീ ഹാഡ് ബാംഗിൾസ് ഇൻ ഹെർ ഹാൻഡ്സ്. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ബാംഗിൾസ് ഉണ്ടായിരുന്നു അല്ലേ. വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്, കൈ ചലിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? ബാംഗിൾസ് മെയ്ഡ് മ്യൂസിക്. നല്ല മനോഹരമായ ശബ്ദം അല്ലേ. നല്ല ശബ്ദം ഉണ്ടാക്കി. മ്യൂസിക്, ഒരു റിതമിക് ആയിട്ടുള്ള ശബ്ദം ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. എന്തുപോലെ ഉണ്ടായിരുന്നു? ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. ഹാൻഡ്സ് അല്ലേ, കൈകളുടേതായ ഒരു ഭാഷ സംസാരിക്കുകയാണ് എന്നാണ് തോന്നുക അല്ലേ. കൈകൾ ഇങ്ങനെ അനക്കുമ്പോൾ, വളകൾ കിലുങ്ങുമ്പോൾ കൈകളുടേതായ ഒരു ഭാഷയിൽ കൈകൾ സംസാരിക്കുന്നതാണെന്ന് ഓതർക്ക് തോന്നുന്നു അല്ലേ. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ റിവർ? ആസ്ക്ഡ് ദ ബോയ്. ദ ബോയ് ആസ്ക്ഡ് ഹൗ ഫാർ ദ റിവർ ഈസ് അല്ലേ. എത്ര ദൂരത്താണ് നദി എന്നാര് ചോദിച്ചു? പുഴ എന്ന് കുട്ടി ചോദിച്ചു. The girl had obviously never been to the river.
or she may have been thinking of another one, because she said 20 miles without any hesitation. The girl had obviously never been to the river. It was very clear that the girl had not been to the river. ആ പുഴയ്ക്കരിയിലേക്ക് ഒരിക്കലും ആ പെൺകുട്ടി പോയിട്ടില്ലായിരുന്നു എന്ന് നമുക്കറിയാം. എന്താ കാരണം വെച്ചാൽ, or she may have been thinking of another one, അല്ലെങ്കിൽ എന്തായിരിക്കാം, she may be thinking of another river, മറ്റൊരു റിവറിനെ പറ്റി ആലോചിക്കാതിരിക്കാം. എന്താ കാരണം വെച്ചാൽ, because she said 20 miles. When the boy asked how far is the river, the girl replied 20 miles. 20 miles എന്നാണ് പറയുന്നത്, ഗേൾ പറഞ്ഞത്. വിതൗട്ട് എനി ഹെസിറ്റേഷൻ, യാതൊരുവിധ ഹെസിറ്റേഷൻ, സംശയം കൂടാതെ എന്ത് പറഞ്ഞു, 20 miles എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു വുഡ് കട്ടർ പറഞ്ഞത്? വുഡ് കട്ടർ പറഞ്ഞത് 7 miles എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം കുട്ടി പറയുന്നത് എത്രയാണ്? 20 miles. അപ്പം ഈ ആൺകുട്ടിക്ക്, ഈ ബോയ്ക്ക് എന്ത് മനസ്സിലായി? ആ കുട്ടി ഒരിക്കലും റിവറിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതോ റിവറിനെ ആയിരിക്കും ഉദ്ദേശിച്ചത് ആൺകുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ അവനെന്ത് ചെയ്തു? ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. ആൺകുട്ടിൻ്റെ ചെയ്തു, ആ കുട്ടി ലാഫ്ഡ്, അങ്ങനെ ചിരിച്ചുകൊണ്ട്, അല്ലേ, പൊട്ടിച്ചിരിച്ചുകൊണ്ട്, റാൻ ഡൗൺ ദ പാത്ത്, ആ ഒരു താഴ്വാരത്തേക്ക്, വഴിയിലേക്ക് ഓടിപ്പോയി, താഴെക്കൂടി ഓടിപ്പോയി. റാൻ ഡൗൺ, താഴോട്ട് ഓടിപ്പോയി, അല്ലേ. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. അപ്പം എന്ത് ചെയ്തു? അങ്ങനെ ഓടിപ്പോകുമ്പോൾ ഒരു പാരറ്റ്, അല്ലേ, എന്താണ് പാരറ്റ്? എല്ലാവർക്കും അറിയാമല്ലോ, തത്ത, അല്ലേ. സഡൻലി സ്ക്രീച്ച്ഡ്, എന്ത് ചെയ്തു? പെട്ടെന്ന് സ്ക്രീച്ചിങ്, പാരസ് ഉണ്ടാക്കുന്ന ശബ്ദമാണ് പാരസ് സ്ക്രീച്ച്, അല്ലേ. സ്ക്രീച്ചിങ് ഒരു ശബ്ദം ഉണ്ടാക്കി, അല്ലേ. ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്, അതിങ്ങനെ താണ് പറഞ്ഞു. ഫ്ലോണാണ്. ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്, തലേൻ്റെ അടുത്തൂടി ഇങ്ങനെ താണ് പറഞ്ഞു. ആ കുട്ടിയുടെ തലയുടെ അടുത്ത് താണ് പറഞ്ഞത് ചെയ്തു. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ പറക്കുമ്പോൾ എന്തുപോലെ ഉണ്ടായിരുന്നു? ഒരു ഫ്ലാഷ്, ഒരു മിന്നൽ പോലെ, അല്ലേ, റെഡ് ആൻഡ് ഗ്രീൻ, ചുവപ്പിൻ്റെയും പച്ചയുടെയും കളറിലൊരു മിന്നൽ പോലെ ആർക്ക് തോന്നി? ഈ കുട്ടിക്ക് തോന്നി. ദ ബേർഡ് ഡിസപ്പിയർഡ് അമംഗ്സ് ദ ട്രീസ്. ദെൻ വാട്ട് ഹാപ്പൻ? ദ ബേർഡ് ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി, അല്ലേ, എവിടെയോ അപ്രത്യക്ഷമായി. അമംഗ്സ് ദ ട്രീസ്, മരങ്ങളുടെ ഇടയിൽ ഈ ഒരു പക്ഷി ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. Presently he saw another boy ahead of him, driving a few goats down the path. How far is the river? He asked. The village boy smiled in a friendly way and said, Oh, not far, just around the next hill and straight down. What is here given? See, come എന്ന ക്രിയേൻ്റെ പാസ്റ്റ് ആണ് came. Come, came, come. Come, came, come. അല്ല, ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ഡ്രാങ്ക് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക് ആണ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. കോൾഡും ഷാർപ്പും എജറ്റീവ്സ് ആണ്. കോൾഡിൻ്റെ കമ്പാരേറ്റീവ് ഫോം കോൾഡറും സൂപ്പർലേറ്റീവ് ഫോം കോൾഡസ്റ്റ് ആണ്. കോൾഡ്, കോൾഡ്, കോൾഡസ്റ്റ്. ഷാർപ്പ്, ഷാർപ്പ്, ഷാർപ്പസ്റ്റ്. ഷാർപ്പ്, ഷാർപ്പ്, ഷാർപ്പസ്റ്റ്, അല്ലേ. തേഴ്സ്റ്റി എന്ന് വെച്ചാൽ ദാഹമുള്ള എന്നർത്ഥം. തേഴ്സ്റ്റ് ദാഹമാണ്. തേഴ്സ്റ്റി, ദാഹമുള്ള. സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ അടിക്കല്ലേ. ഇവിടെ എന്താണ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യൻ എന്ത് ചെയ്യായിരുന്നു? ആ ഭാഗത്തേക്ക്, ഇതിൻ്റെ ആ ഒരു കുന്നിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ശക്തിയായിട്ട് എന്താണ് സൂര്യ വിളിച്ചുണ്ടായിരുന്നു, അല്ലെങ്കിൽ സൂര്യൻ്റെ വെയിലുണ്ടായിരുന്നു അർത്ഥം. ബിക്കം, ബിക്കെയിം, ബിക്കം, അല്ലേ. ബിക്കം, ബിക്കെയിം, ബിക്കമാണ്. ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. ഹോട്ട് എന്ന അഡ്ജക്റ്റീവ് ആണ്. ബിക്കം വേർബാണ്. ബിക്കം, ബിക്കെയിം, ബിക്കം. ഹോട്ടിൻ്റെ കമ്പാരേറ്റീവ് ഫോം ഹോട്ടറും സൂപ്പർലേറ്റീവ് ഫോം ഹോട്ടസ്റ്റുമാണ്. ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. സ്കോച്ചിങ് എന്നുണ്ട്. സ്കോച്ചിങ് എന്ന് വെച്ചാൽ പൊള്ളിക്കുക എന്നർത്ഥം. ചൂടുകൊണ്ട് പൊള്ളുന്ന നമ്മൾ എന്താ പറയുക? സ്കോച്ചിങ് എന്ന് പറയാം, അല്ലേ. ഡ്രൈവിൻ്റെ പാസ്റ്റ് ഡ്രോവ് ആണ്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. എ ഫ്യൂ ഗോഡ്സ് എന്ന് വെച്ചാൽ കുറച്ച് ആടുകളാണ്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട് എന്നുള്ള അർത്ഥമാണ്. എ ഫ്യൂ, എണ്ണത്തെ കാണിക്കുമ്പോൾ എ ഫ്യൂ എന്ന് പറയുക. അളവാണെങ്കിൽ നമ്മൾ എ ലിറ്റിൽ എന്ന് പറയുക. എ ലിറ്റിൽ. എ ഫ്യൂ ഇല്ലാതെ വെറും ഫ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ഡ്രൈവിങ് ഫ്യൂ ഗോഡ്സ് പറഞ്ഞാൽ ഒറ്റ ഗോഡ്സും ഇല്ല. എ ഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് ഗോഡ്സുകളുണ്ട്, കുറച്ച് ആടുകളുണ്ട്. പിന്നെ ലിറ്റിൽ അങ്ങനത്തെ ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഉണ്ട്, കുറച്ചുണ്ടെന്ന് അർത്ഥം. വെറും ലിറ്റിൽ ആണെങ്കിൽ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരെ വെള്ളം ഇല്ല എന്നർത്ഥം. അപ്പോൾ അത് ഓർമ്മിക്കുക. എ ഫ്യൂ, ഫ്യൂ. എ ലിറ്റിൽ, ലിറ്റിൽ. ഓക്കെ. പിന്നെന്താണ്? ഹൗ ഫാർ ഈസ് ദ റിവർ? ഹി ആസ്ക്ഡ്, അല്ലേ. ബോയ് ആസ്ക്ഡ്. പിന്നെന്താ നമുക്ക് വേറെ നോക്കാനുള്ള ഒക്കെ ഒരു അറിയാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം.
എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. എ ട്രിക്കിൾ ഓഫ് വെള്ളം, ഒരു ഇറ്റ് വെള്ളമല്ലേ, ഒരു ഇറ്റ് വെള്ളം. ട്രിക്കിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇറ്റിറ്റ് വീഴും, വേർബാകുമ്പം ഇറ്റിറ്റ് വീഴുന്ന അർത്ഥമാണ്, നൗണാകുമ്പം ട്രിക്കിൾ ഒരു ഇറ്റ് വെള്ളം അർത്ഥമാണ്. കെയിം ഫ്രം ദ ഹിൽ സൈഡ്, ആ ഹില്ലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നു അല്ലേ. ആൻഡ് ദ ബോയ് സ്റ്റോപ്പ് ടു ഡ്രിങ്ക്. ദ ബോയ് വാസ് തേഴ്സ്റ്റി ആൻഡ് സോ ഹി സ്റ്റോപ്പ് ടു ഡ്രിങ്ക് ദ വാട്ടർ. വെള്ളം കുടിക്കാൻ വേണ്ടി ബോയ് അവിടെ നിന്നു അല്ലേ. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. വാട്ട് കൈൻഡ് ഓഫ് വാട്ടർ ഇറ്റ് വാസ്? ഇറ്റ് വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. വളരെ തണുത്തുള്ളതും നല്ല ഷാർപ്പായിട്ടില്ല, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു അല്ലേ. ബട്ട് വെരി റിഫ്രഷിങ്, എന്തായിരുന്നത്, വളരെയധികം ഉന്മേഷം നൽകുന്ന വെള്ളമായിരുന്നത്. However, it seemed to have the effect of making him more thirsty. When he drank water, വെള്ളം കഴിച്ചപ്പോൾ he felt more, അല്ലെങ്കിൽ he felt thirstier, കൂടുതൽ കുടിക്കാനുള്ള ആഗ്രഹം തോന്നില്ല, അപ്പം ദാഹം വർദ്ധിച്ചു. The sun was striking his side of the hill. Sun was that side of the hill and it was striking. ആ ഭാഗം ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുകയായിരുന്നു അല്ലേ. And the dusty path became hotter. ആ ഒരു പൊടി പിടിച്ച സ്ഥലം എന്തായി മാറി? became hotter. It was hotter. കൂടുതൽ ചൂടുള്ളതായി മാറി. ദ സ്റ്റോൺ സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ് അല്ലേ. സ്റ്റോൺസ് കല്ലിൻ്റെ മുകളിൽ ചോട്ടുമ്പം പൊള്ളിപ്പോവാണ്. സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. ഫൂട്ട് എന്ന വാക്ക് കാൽപാദം എന്നതിൻ്റെ പ്ലൂറലാണ് ഫീറ്റ്. അത് ഓർമ്മിക്കുക കേട്ടോ. ഫൂട്ട് ഫീറ്റാണ്. He was sure he had gone halfway. The boy was sure that he had covered half the way. He had walked for over an hour because he had walked for over an hour. ഒരു മണിക്കൂർ കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം പകുതി ദൂരം പിന്നിട്ട് കുട്ടിക്ക് ഉറപ്പായിരുന്നു അർത്ഥം. ആ വുഡ് കട്ടർ ചോദിച്ചില്ലേ, അപ്പം വുഡ് കട്ടർ പറഞ്ഞില്ലേ 3 മണിക്കൂർ യാത്രയുണ്ടെന്ന്. അപ്പോൾ 1 മണിക്കൂർ കൂടുതൽ, ഏകദേശം 1.5 മണിക്കൂർ യാത്ര എന്ന് ബോയ്ക്ക് തോന്നി. അപ്പം എന്ത് മനസ്സിലായി? ഹി ഹാസ് കവേർഡ് ഹാഫ് ദ വേ എന്ന് കുട്ടിക്ക് മനസ്സിലായി. പ്രസന്റ്ലി ഹി സോ അനദർ ബോയ് അഹെഡ് ഓഫ് ഹിം. അപ്പം എന്ത് ചെയ്തു? പ്രസന്റ്ലി ഹി സോ അനദർ ബോയ് അഹെഡ് ഓഫ് ഹിം. മുന്നിൽ മറ്റൊരു കുട്ടിയെ കണ്ടു അല്ലേ. ഡ്രൈവിംഗ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്. വാട്ട് വാസ് ദി അതർ ബോയ് ഡൂയിങ്? ഹി വാസ് ഡ്രൈവിംഗ് ഗോഡ്സ് ഡൗൺ ദ പാത്ത്. താഴത്തേക്കിങ്ങനെ ആ ഒരു വഴി കൂടി താഴോട്ട് ഇങ്ങനെ ആടുകളെയും തൊലിച്ച് പോവുകയായിരുന്നു അല്ലേ. ഹൗ ഫാർ ഈസ് ദ റിവർ? ഹി ആസ്ക്ഡ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? ആട്ടിടനോട് ചോദിച്ചു, ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് വെച്ചാൽ എത്ര ദൂരമുണ്ട്, കാട്ടിൽ അല്ല പുഴയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് വെച്ചു അല്ലേ. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്. ആ വില്ലേജ് ബോയ് എന്ത് ചെയ്ത് പെട്ടെന്ന് അണങ്ങുന്ന കൂട്ടത്തിലാണ് അല്ലേ. സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ, ഒരു സൗഹൃദത്തോടു കൂടി ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? വേ ആൻഡ് സെഡ്, ഓ നോട്ട് ഫാർ, അത്ര ദൂരത്തുനിന്നല്ല അല്ലേ. ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രേറ്റ് ഡൗൺ. യു ഗോ റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ. അടുത്ത മലയൊന്ന് ചുറ്റിപ്പോയി കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഡൗൺ, താഴത്തെ നമുക്ക് എന്ത് കാണാം? പുഴ കാണാമെന്ന് വില്ലേജ് ബോയ് ആരോട് പറഞ്ഞു? ഈ കുട്ടിയോട് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഐ ആം ഗോയിങ് ടു റീഡ്. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. They sat on the hillside and ate in silence. When they had finished, they walked on together and began talking and talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time, his companion had to diverge along another path, and the boy was once more on his own. നമുക്ക് നോക്കാം ഈ ഭാഗം. ഈ ഭാഗത്തെ കുറച്ച് വാക്കുകളുണ്ട്. ഹംഗ്രി എന്ന് വെച്ചാൽ വിശപ്പുള്ള എന്നർത്ഥം. ഹംഗ്രി അല്ലേ. ഫീൽ എന്ന ക്രിയൻ്റെ പാസ്റ്റ് ഫെൽറ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫെൽറ്റാണ്. ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്. റാപ്പ് ചെയ്യുക, WRAP. റാപ്പ് എന്ന് വെച്ചാൽ പൊതിയുക എന്നർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺറാപ്പ്, പൊതിയ അഴിക്കുക അല്ലേ. ബ്രേക്ക് എന്ന ക്രിയൻ്റെ പാസ്റ്റാണ് ബ്രോക്ക്, BROKE. ബ്രോക്ക് ബ്രേക്കിൻ്റെ പാസ്റ്റാണ്. എൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രോക്കൺ ആണ്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. എയ്റ്റ് എന്നത് ഈറ്റ് എന്ന ക്രിയൻ്റെ പാസ്റ്റാണ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈ വേർബ്സൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണേ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അതുപോലെ തന്നെ ബിഗിൻ എന്ന ക്രിയൻ്റെ പാസ്റ്റാണ് ബിഗാൻ. ബിഗിൻ, ബിഗാൻ, ബിഗൺ. ബിഗിൻ, ബിഗാൻ, ബിഗൺ. പിന്നെ സ്മാർട്ടിങ് ഓഫ് ഹിസ് ഫീറ്റ്. സ്മാർട്ടിങ് ഇവിടെ അർത്ഥം വേദന ഉണ്ടാക്കുന്ന അർത്ഥം. അവിടെ വേദന ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ അർത്ഥം, സ്മാർട്ടിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വേർഡ്സുകൾ. കമ്പാൻ എന്ന് വെച്ചാൽ ഫ്രണ്ടാണ്. കമ്പാൻ എന്ന് വെച്ചാൽ ഫ്രണ്ട് അല്ലേ, കൂട്ടുകാരൻ. ഡൈവേർജ് എന്ന് വെച്ചാൽ വഴി തിരിഞ്ഞ് വേറെ വഴിക്ക് പോവുക. ഒരു വഴിയിൽ നിന്ന് പോകുമ്പം മാറി മറ്റൊരു വഴിക്ക് തിരിഞ്ഞ് പോകുന്നതെന്ന് പറയുക ഡൈവേർജ് എന്ന് പറയുക. ഡൈവേർജ്. ഓക്കെ, ഇത്രയും വേർഡ്സാണ് ഉള്ളത്. നമുക്കിത് നോക്കാം. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves. The boy, he felt very hungry. So what did he do? He uncovered or unwrapped his loaf of bread and broke it into halves. He made it 2 halves. And ഇപ്പം വിശന്നതുകൊണ്ട് കുട്ടി എന്ത് ചെയ്തു? പൊതി അഴിച്ചില്ലേ, ലോഫ് ഓഫ് ബ്രെഡ്. ആ ഒരു ബ്രെഡിൻ്റെ പൊതി അഴിച്ചു. എന്നിട്ടോ ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ 2 halves. 2 ഭാഗമായിട്ട് മുറിച്ചു.
ഓഫറിങ് 1 പോർഷൻ ടു ദ വില്ലേജ് ബോയ്. ഹി ഓഫേർഡ് വെച്ചാൽ കൊടുക്കുക, നൽകുക എന്നർത്ഥം. വാഗ്ദാനം ചെയ്യാൻ അർത്ഥം പറയുന്നുണ്ട്, നൽകുക എന്നർത്ഥമുണ്ട്. ഹി ഓഫേർഡ് 1 പോർഷൻ ടു ദ വില്ലേജ് ബോയ്. ഒരു പോർഷൻ ആര് കൊടുത്തു? ഒരു ഭാഗം ആര് കൊടുത്തു? വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. ദ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. ദ സാറ്റ് ഓൺ ദാറ്റ് ഹിൽ സൈഡ്. ആ ഒരു മനോഹരമായ കുന്നിൻപുറത്ത് അവർ എന്ത് ചെയ്തു? സാറ്റ്, ഇരുന്നു. എന്നിട്ടോ ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്, നിശബ്ദമായിട്ട് അവർ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു, ബ്രെഡ് കഴിച്ചു, രണ്ടുപേരും ഒന്നിച്ച്. വെൻ ദ ഹാഡ് ഫിനിഷ്ഡ്, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേ വാക്ക്ഡ് ഓൺ ടുഗദർ ആൻഡ് ബിഗാൻ ടോക്കിംഗ്. ദേ ബിക്കേം ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. ആഫ്റ്റർ ഫിനിഷിംഗ് ദ ബ്രെഡ് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ദേ വാക്ക്ഡ് ഓൺ ടുഗദർ, രണ്ടുപേരും ഒന്നിച്ച് നടക്കാൻ തുടങ്ങി അല്ലേ. ആൻഡ് ബിഗാൻ ടോക്കിംഗ്. ദേ വർ ടോക്കിംഗ്. വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരുന്നു. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിംഗ് ഓഫ് ഹിസ് ഫീറ്റ്. കാലിൻ്റെ വേദന കുട്ടി മറന്നു. ഹി ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിംഗ് ഓഫ് ഹിസ് ഫീറ്റ് ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ. ഹി ഫോർഗോട്ട് അബൌട്ട് ദ ഹീറ്റ് ഓഫ് ദ സൺ. സൂര്യൻ്റെ ചൂടിനെ പറ്റി കുട്ടി മറന്നു. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്. എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞു എന്നുള്ളത് മറന്നു അല്ലേ. ആൻഡ് ദ സൈലൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. ഇനി എത്ര ദൂരം വരാനുണ്ടെന്നുള്ള കാര്യവും കുട്ടി മറന്നുപോയി. എത്ര ദൂരം നടക്കാനുണ്ടെന്നുള്ള കാര്യവും കുട്ടി മറന്നുപോയി. ബട്ട് ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്തു? ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്. അപ്പോൾ എന്താണ്, ആ കുട്ടിയെ കിട്ടിയ വലിയ സന്തോഷം, എല്ലാം മറന്നുപോയില്ലേ കുട്ടി. പക്ഷെ എന്താണ്, പിന്നെ ആ കമ്പനി എന്ത് ചെയ്തു? ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്. മറ്റൊരു വഴി കൂടി തിരിഞ്ഞു പോകേണ്ടത് ആർക്ക്? ഈ ഒരു ആട്ടിടനായ കുട്ടിക്കില്ലേ, ഗ്രാമീണനായ കുട്ടിക്കില്ലേ. ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത് ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. കുട്ടി പിന്നെ എന്തായി മാറി? ഹിസ് ഓൺ, സ്വന്തം തന്നെ ഒറ്റയ്ക്ക് തന്നെയായി മാറി. ഓക്കെ, ഈ ഭാഗം നമുക്ക് വായിക്കാം. He missed the village boy. He could not be seen. His own home was also hidden from view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. He was determined to see the river. He walked on along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണ് അറിയാത്ത വാക്കുകളിൽ നോക്കൂ നിങ്ങൾ. സീ എന്ന് പറയുന്ന ക്രിയൻ്റെ പാസ്റ്റാണ് സോ. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സീൻ. സീൻ. ഹൈഡ് എന്ന ക്രിയൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഹിഡൻ. അതിൻ്റെ പാസ്റ്റ് ഹിഡാണ്. ഹൈഡ്, ഹിഡ്, ഹിഡൻ. ഹൈഡ്, ഹിഡ്, ഹിഡൻ അല്ലേ. പിന്നെന്താണ്? ബിഗിൻ എന്ന വാക്കിൻ്റെ പാസ്റ്റാണ് ബിഗാൻ. ബിഗൺ. ഡിസ്കറേജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്കറേജ്. എൻകറേജ് എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക എന്നർത്ഥം. ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുക എന്നർത്ഥം അല്ലേ. നിരുത്സാഹപ്പെടുത്തുക എന്നർത്ഥമുണ്ട്. ഫസ്റ്റ് പാരാഗ്രാഫിലെ വേർഡ്സിലൊക്കെയാണ്. ഡിറ്റർമിൻഡ് എന്ന വാക്കുണ്ട്. രണ്ടാമത്തെ പാരാഗ്രാഫ് കാണാം. ഡിറ്റർമിൻഡ്, തീരുമാനിച്ചുറച്ചു എന്നുള്ള അല്ലേ. തീരുമാനിച്ചുറയ്ക്കുന്നത് എന്താ പറയുക? ഡിറ്റർമിൻഡ് എന്ന് പറയാം. ഡിറ്റർമിൻഡ്. ടെറസ്ഡ് ഫീൽഡ്സ് വെച്ചാൽ, ടെറസ്ഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ്, കണ്ട മാറ്റില്ല, ഇങ്ങനെ വയലുകൾ അങ്ങനെ തട്ടുതട്ടിരിക്കുക, അതിനാണ് ടെറസ്ഡ് എന്ന് പറയുക. ടെറസ്ഡ് ഫീൽഡ്സ് അല്ലേ. അത് വാക്ക് ഓർമ്മിക്കുക. പിന്നെ ലോൺലിനെസ് എന്ന് വെച്ചാൽ ഏകാന്തതയാണ്. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തതയാണ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനമാണ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനം. പിന്നെ ബ്രാമ്പിൾ എന്ന് വെച്ചാൽ കള്ളി മുടിച്ചൊടിക്കുക എന്ന് പറയുക, ബ്രാമ്പിൾ എന്ന് പറയുക. നമുക്ക് ഈ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി കേട്ടോ. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്. എന്ത് ചെയ്തു? ആ കുട്ടി വില്ലേജ് ബോയിനെ നഷ്ടപ്പെട്ടു അല്ലേ. ഇപ്പം വില്ലേജ് ബോയ് കൂടെ അല്ല. ഹി കുഡ് നോട്ട് ബി സീൻ. ദാറ്റ് ബോയ് കുഡ് നോട്ട് ബി സീൻ അഗെയിൻ. ആ കുട്ടിയെ വീണ്ടും കാണാൻ പറ്റില്ല അല്ലേ. ഹിസ് ഓൺ ഹോം വാസ് ആൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ. His own home was also hidden from view by the side of the mountain. By the side of the mountain, his house was also not in the view, hidden by the mountain. എന്ത് ചെയ്തു? ഒരു സൈഡ് ഓഫ് ദ മൗണ്ടൻ കൊണ്ട് ചെയ്തു കുട്ടിയുടെ വീടും കാണുന്നില്ല. കുട്ടിയുടെ വീട് ഈ മൗണ്ടൻ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുകയാണ്. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഈദർ. റിവർ എന്തായിരുന്നു? നദി എന്തായിരുന്നു? നോട്ട് ഇൻ സൈറ്റ്, കാഴ്ചയിൽ ഇല്ലായിരുന്നു അല്ലെ. കാഴ്ചയിൽ കാണാനില്ലായിരുന്നു, നദി കാണാനുമില്ല. അപ്പം എന്താണ്? ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്. കുട്ടിക്ക് നിരാശ തോന്നി. ഇപ്പം എന്തൊക്കെ സംഭവം? മറ്റേ കുട്ടി അങ്ങ് പോയി അല്ലേ. പിന്നെന്താണ്? ഹൗസ് വാസ് നോട്ട് സീൻ. ഹൗസ് വാസ് ഹിഡൻ ബൈ ദ മൗണ്ടൻ. പർവ്വതം കൊണ്ട് ഹൗസ് മറക്കപ്പെടും, ഹൗസ് കാണുന്നില്ല. പിന്നെ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ്. നദിയിട്ട് കാഴ്ചയില്ലതാണ്, നദി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്? കുട്ടിക്ക് എന്തായാലും ഡിസ്കറേജഡായി മാറി അല്ലേ. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റ്. അപ്പം കുട്ടിക്ക് എന്ത് തോന്നി? ബ്രെഡ് തീർന്നു പോയാൽ വിഷം തോന്നിയില്ലേ. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റ്. അത് കുട്ടിക്ക് പിന്നീട് ആവശ്യമായി വരികയായിരുന്നു എന്ന് തോന്നി.
He was determined to see the river. Anyway, he was very determined to see the river. അപ്പം റിവർ കാണുക എന്നുള്ളത് എന്തായാലും മസ്റ്റായിരുന്നു, നിർബന്ധമായിരുന്നു അല്ലേ. He walked on along the hot, dusty, stony path past mud huts and terraced fields until there were no more fields or huts. കുട്ടി എന്ത് ചെയ്തു? He walked അല്ലേ, on മുന്നോട്ട് നടന്നു, along the ഹോറ്റായിട്ടുള്ള ചൂടായിട്ടുള്ള ഡസ്റ്റി പൊടി പിടിച്ച സ്റ്റോണി കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. പാസ്റ്റ് മഡ് ഹഡ്സ് അല്ലേ, ചെറിയ കുടിലുകളൊക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടിലുകളൊക്കെ കടന്നുപോയി. അതിൻ്റെ ടെറസ്ഡ് ഫീൽഡ്സ് തട്ടുകളായി തിരിക്കപ്പെട്ട ഈ വയലുകളൊക്കെ കടന്നു പോയിട്ടില്ലേ. അണ്ടിൽ there were no more fields. അവസാനം ഉണ്ടായ സ്ഥലത്ത് എത്തിയോടെയാണ് നോ മോർ ഫീൽഡ്സ്, അവിടെ വയലുകളില്ല. ഓർ ഹഡ്സ് ഇല്ല, കുടിലുകളൊന്നുമില്ല. ഓൺലി ഫോറസ്റ്റ്, എങ്ങും കാട് മാത്രം. ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്, കാടും സൂര്യനും ഏകാന്തതയും അല്ലേ. സൺ, loneliness and forest. Now there was no man or any sign of man's influence. There was no man, കംപ്ലീറ്റ് ഇപ്പം കാട്ടിൽ തന്നെയുള്ള കുട്ടിയില്ലേ. നോ മാൻ, ദർ വാസ് നോ മാൻ, ഒറ്റാളും കാണാനില്ല അല്ലേ. ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്, മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നെന്ന് കാണിക്കുന്ന തെളിവുകളൊന്നുമില്ല. മനുഷ്യൻ്റെ വെട്ടിമുറിച്ച് വരെ അങ്ങനെ ഒന്നുമില്ല, വെറും കാട്. ഓൺലി ട്രീസ്, മരങ്ങൾ മാത്രം. റോക്സ്, പാറക്കൂട്ടങ്ങൾ അല്ലേ. ആൻഡ് ബ്രാമ്പിൾ, കള്ളിമുൾച്ചെടികൾ. ആൻഡ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങളും. ഓൺലി സൈലൻസ്, എങ്ങും നിശബ്ദത. കാടിൻ്റെ നിശബ്ദതയിൽ കുട്ടി എത്തിച്ചേർന്നു. ഈ ഭാഗം നമുക്ക് നോക്കാം. The silence was impressive and little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. Then as the boy rounded a sharp bend, the silence broke into sound. A sudden roaring sound, the sound of the river. Far down in the valley, the river tumbled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. അപ്പോൾ ഈ ഭാഗത്തുള്ള വേർഡ്സൊക്കെ നോക്കുക. ഇംപ്രസീവ് എന്ന് വെച്ചാൽ ഒരു മതിപ്പുളവാക്കുന്നത്, നമ്മൾ എന്താ പറയുക, ഇംപ്രസീവ് എന്ന് പറയുക, മതിപ്പുളവാക്കുന്നത് ഇംപ്രസീവ്. ഫ്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നതാണ്. എ ലിറ്റിൽ ഉണ്ടോ, എ ലിറ്റിലിൻ്റെ വാക്കുണ്ടല്ലോ ഇവിടെ. എ ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ച് നടത്താം, കുറച്ചുണ്ട് എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഫ്രൈറ്റനിങ് കുറച്ച് ഭയപ്പെടുത്തുന്നതായിരുന്നു അല്ലേ. ഡിഫറൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് സെയിം ആണ്. ഡിഫറൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് സെയിം അല്ലേ. സ്പേസ് എന്ന് വെച്ചാൽ ശൂന്യത, ശൂന്യാകാശം നമ്മൾ പറയുക സ്പേസ് എന്ന് പറയുക, ശൂന്യതയ്ക്ക് പറയുക സ്പേസ് എന്ന് പറയുക അല്ലേ. നോൺ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് അൺനോൺ. നോൺ ഓപ്പോസിറ്റ് അൺനോൺ. നോ, ന്യൂ, നോൺ. നോ, ന്യൂ, നോൺ. ഓർമ്മിക്കുക കേട്ടോ. ബ്രേക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് ബ്രോക്ക്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ടെമ്പിൾ ഓവർ റോക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ തടയുകയാണ് അല്ലേ. ടെമ്പിൾ ഓയിൽ ഇങ്ങനെ തട്ടിത്തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന എന്താ പറയുക, ടെമ്പിൾഡ്, ഇങ്ങനെ കുത്തി ഒലിച്ച് തട്ടിത്തടഞ്ഞ് ഇങ്ങനെ പാറകളൊക്കെ തടയി ഇങ്ങനെ പോകുന്ന ടെമ്പിൾഡ് ഓവർ റോക്സ് എന്ന് പറയാം. ഗ്യാസ്പ് ചെയ്യുക. ഗ്യാസ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ദീർഘനിശ്വാസം എടുക്കാൻ അർത്ഥമുണ്ട്, പിന്നെ നെടുവീർപ്പിന് അർത്ഥമുണ്ട്, അതൊക്കെ അർത്ഥമുണ്ട്. ഗ്യാസ്പ് ചെയ്യുക അല്ലേ. ഗ്യാസ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഗ്യാസ്പ് എന്ന് പറയും, പല അർത്ഥങ്ങളുണ്ട് അതിന്. ബിഗിൻ, ബിഗാൻ, ബിഗൺ. ആംഗിൾ ഡീപ്പ് എന്ന് വെച്ചാൽ ആംഗിൾ അല്ലേ, കണങ്കാല് വരെയുള്ള ആണ്. ആംഗിൾ വെച്ചാൽ കണങ്കാൽ, ആംഗിൾ ഡീപ്പ് വെച്ചാൽ കണങ്കാല് വരെയുള്ള വെള്ളത്തിൽ നിന്നും അല്ലേ. പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ, അത്രയ്ക്കും തണുപ്പുള്ളതാണ്. പെയിൻഫുൾ പറയാൻ കാരണം അത്രയും തണുപ്പുള്ളതാണെന്ന് അർത്ഥം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതിലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് അല്ലേ. സൈലൻസ് എങ്ങനെയായിരുന്നു? വാസ് ഇംപ്രസീവ്, വളരെ മതിപ്പുളവാക്കുന്ന, നല്ലൊരു ഇഷ്ടപ്പെടുന്ന സൈലൻസ് ആയിരുന്നു. പക്ഷേ എന്താണ് അതിൻ്റെ ലിറ്റിൽ ഫ്രൈറ്റനിങ്, കുറച്ച് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇതെന്തായിരുന്നു? ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഒരു മുറിയിലുണ്ടാകുന്ന നിശബ്ദത സൈലൻസ്, അല്ലെങ്കിൽ സ്ട്രീറ്റ്, ഒരു തെരുവിലുണ്ടാകുന്ന നിശബ്ദത, അതല്ലായിരുന്നു ഇത്. അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ സൈലൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്. ഇത് സൈലൻസ് ഓഫ് സ്പേസ് ആയിരുന്നു. സൈലൻസ് ഓഫ് ദി അൺനോൺ, അറിയാത്ത എന്തോന്നിൻ്റെ ഒരു സൈലൻസ് ആയിരുന്നു അല്ലേ. ദ സൈലൻസ് ഓഫ് ഗോഡ്, ഇതെന്തായിരുന്നു? ദൈവത്തിൻ്റെ അല്ലേ, ഗോഡിൻ്റെ എന്തായിരുന്നു? ഗോഡിൻ്റെ സൈലൻസ് ആയിരുന്നു. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞപ്പോഴല്ലേ എന്ത് ചെയ്തു? ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. ആ സൈലൻസ് മാറിയിട്ട് അവിടെ എന്ത് വന്നു? പെട്ടെന്ന് ശബ്ദം കേട്ടു. എ സഡൻ റോറിങ് സൗണ്ട്, പെട്ടെന്നുള്ള ഒരു അലറുന്ന ശബ്ദം അല്ലേ. ദ സൗണ്ട് ഓഫ് ദ റിവർ. ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് ദ റിവർ. അത് റിവർ, ആ ഒരു പുഴയുടെ ശബ്ദമായിരുന്നു. ഫാർ ഡൗൺ ഇൻ ദ വാലി, താഴെ അല്ലേ, താഴ്വാരത്തിൽ ദ റിവർ ടെമ്പിൾഡ് ഓവർ റോക്സ്, നദി ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ അടക്കി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ദ ബോയ് ഗ്യാസ്പ്ഡ്, കുട്ടി ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചൊന്നുമില്ലേ, അല്ലെങ്കിൽ കിതച്ചു. ആൻഡ് ബിഗാൻ ടു റൺ, സ്റ്റാർട്ടഡ് ടു റൺ, ഓടാൻ തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് ടെമ്പിൾഡ്, ഇങ്ങനെ തട്ടിത്തടഞ്ഞ് വീഴുകയൊക്കെ ചെയ്തു അല്ലേ. ബട്ട് സ്റ്റിൽ ഹി റാൻ, എന്നിട്ട് കുട്ടി എന്ത് ചെയ്തു? ഓടിക്കൊണ്ടിരുന്നു അല്ലേ.
ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. പിന്നെ എവിടെ കുട്ടി ആങ്കിൾ ഡീപ്പ്, കാലിൻ്റെ ആങ്കിളിലെ കണങ്കാൽ വരെ വെള്ളത്തിൽ കുട്ടി നിന്നു. എങ്ങനത്തെ വെള്ളത്തിൽ? പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. പെയിൻഫുള്ളി നല്ല വേദന ഉണ്ടാക്കുന്ന കോൾഡ്, അത്രയും തണുപ്പ്, വേദന ഉണ്ടാക്കുന്ന രീതി തണുത്ത മൗണ്ടൻ വാട്ടർ, പർവ്വതത്തിലെ വെള്ളത്തിൽ കുട്ടി നിന്നു. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. വെള്ളം എങ്ങനെയുണ്ടായിരുന്നു? വാട്ടർ വാസ് ബ്ലൂ ആയിരുന്നു, വൈറ്റ് ആയിരുന്നു, ആൻഡ് വണ്ടർഫുൾ, മനോഹരമായിരുന്നു അല്ലേ. സ്ലൈറ്റ്ലി അഡാപ്റ്റഡ്. നമുക്ക് ഇത് എഴുതിയ എഴുത്തുകാരനെ പറ്റി നോക്കാം. The writer Ruskin Bond 1934 is an Indian writer who writes in English. Ruskin Bond ഇന്ത്യൻ റൈറ്റർ ആണല്ലേ, who writes in English. ഇംഗ്ലീഷ് എഴുതുന്ന ഇന്ത്യക്കാരനായ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. He has written novels and poems and is known mostly for his contribution to children's literature. ഇദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട്? He has written novels and poems. ധാരാളം കവിതകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അല്ലേ. ബാലസാഹിത്യത്തിലേക്ക് ഇദ്ദേഹം നൽകിയ സംഭാവനകളാണ് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതാക്കി തന്നെ. ബാലസാഹിത്യം ഒരുപാട് കുട്ടികൾക്കുള്ള കഥകൾ ഒരുപാട് രചിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ് അല്ലേ. ഏകദേശം 500ഓളം ഷോർട്ട് സ്റ്റോറീസ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. റസ്കിൻ ബോണ്ട് അല്ലേ, ഇന്ത്യൻ റൈറ്ററാണ്, ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ റൈറ്റർ. ഓക്കെ, നമുക്കിനി ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണുള്ളത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ മീൻ? ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ എന്ന എക്സ്പ്രഷനിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം അല്ലേ. എന്താണ് കൈകൾ എന്താണ് അവരുടേതായ ഒരു ഭാഷ സംസാരിച്ചു എന്ന് പറയുമ്പം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നോക്കാം. ദ ബാംഗിൾസ് ഇൻ ഹെർ ഹാൻഡ്സ് മേക്ക് മ്യൂസിക്കൽ സൗണ്ട് അല്ലേ. ബാംഗിൾസ് ഇൻ ഹെർ ഹാൻഡ്സ്, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വളകൾ എന്ത് ചെയ്തു? മേക്ക് മ്യൂസിക്കൽ സൗണ്ട്സ്, ഒരു മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടാക്കുന്നു. ഇറ്റ് ഈസ് ഫിഗറേറ്റീവ്ലി കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ഹെർ ഹാൻഡ്സ് അല്ലേ. ഇതെന്താണ് ആലങ്കാരികമായിട്ടത് എന്താണ് അവരുടെ കൈയുടെ ഭാഷ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് അർത്ഥം. ഇതാണ് ഈ ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി എക്സ്പ്രഷൻ യൂസ്ഡ് ബൈ ദി ഓതർ ടു ഡിസ്ക്രൈബ് ദ ഫ്ലോ ഓഫ് വാട്ടർ. ഫ്ലോ ഓഫ് വാട്ടറിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വിവരിക്കാൻ വേണ്ടിയിട്ട് ഓതർ ഉപയോഗിച്ചെന്താണ് എക്സ്പ്രഷൻ എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, തിരിച്ചറിയാൻ വേണ്ടി. ഏതാണ് എക്സ്പ്രഷൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണത്? ദ ഫ്ലോ ഓഫ് വാട്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഹിയർ ആസ് ട്രിക്കിൾ ഓഫ് വാട്ടർ. ഇത് വെള്ളത്തിൻ്റെ ഇങ്ങനെ ട്രിക്കിൾ, ഇങ്ങനെ തുള്ളികൾ ഇറ്റ് വീഴുന്നത് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് വാട്ടർ ട്രിക്കിൾ എന്ന വാക്കാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ട്രിക്കിൾ ഈസ് എ സൗണ്ട് വേർഡ്, ഒരു സൗണ്ട് വേർഡാണ്. വെള്ളം ഇങ്ങനെ ഇറ്റ് വീഴുന്നതിനുള്ള സൗണ്ട് വേർഡാണ് ട്രിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ. വാസ് ദ ബോയ് റിയലി തേഴ്സ്റ്റി? വാട്ട് മെയ്ഡ് ദ ബോയ് തേഴ്സ്റ്റി അല്ലേ. വാസ് ദ ബോയ് റിയലി തേഴ്സ്റ്റി? കുട്ടി ശരിക്കും ദാഹം ഉണ്ടായിരുന്നു കുട്ടിക്ക്. വാട്ട് മെയ്ഡ് ദ ബോയ് തേഴ്സ്റ്റി? എന്താണ് കുട്ടിക്ക് ദാഹം ഉണ്ടാകാൻ കാരണം എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്താണ് ആൻസർ നോക്കൂ. യെസ്, ദ ബോയ് വാസ് തേഴ്സ്റ്റി ബിക്കോസ് ഹി ഹാഡ് ബീൻ വാക്കിംഗ് ഫോർ എ ലോങ് ഡിസ്റ്റൻസ്. ഹി ഹാഡ് ബീൻ വാക്കിംഗ് ഫോർ എ ലോങ് ഡിസ്റ്റൻസ്, ഒരുപാട് ദൂരം അല്ലേ നടന്നിട്ടുണ്ട് കുട്ടി. അതുകൊണ്ട് എന്തായിരുന്നു കുട്ടി തേഴ്സ്റ്റി ആയിരുന്നു. ദ വാട്ടർ വാസ് റിഫ്രഷിംഗ് ആൻഡ് ഇറ്റ് മേഡ് ഹിം തേഴ്സ്റ്റിയർ. ആ തിറ്റ് വീഴുന്ന ആ വെള്ളം എന്തായിരുന്നു? റിഫ്രഷിങ്, വളരെയധികം ഉന്മേഷം തരുന്നതായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് അതുകൊണ്ട് കുട്ടിക്ക് കൂടുതലായിട്ട് ദാഹം തോന്നി. ദ വാട്ടർ വാസ് റിഫ്രഷിങ് ആൻഡ് ഇറ്റ് മേഡ് ഹിം തേഴ്സ്റ്റിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. വൈ വാസ് ദ ബോയ് ഷുവർ ദാറ്റ് ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ? ദ ബോയ് വാസ് ഷുവർ ദാറ്റ് ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ. പകുതി ദൂരം പിന്നിട്ട് എന്ന് കുട്ടിക്ക് ഉറപ്പായിരുന്നു അല്ലേ. എങ്ങനെയാണ് കുട്ടീനെ ഉറപ്പിക്കാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾക്കറിയാമല്ലോ. എന്താണെന്ന് നോക്കാം. The woodcutter had told him that it would take 3 hours to reach the river. woodcutter അല്ലേ, മരം വെട്ടുകാരൻ എന്തായിരുന്നു പറഞ്ഞത്? ഇറ്റ് വുഡ് ടേക്ക് 3 hours, 3 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞില്ലേ എവിടെ എത്താൻ വേണ്ടിയിട്ട്? ടു റീച്ച് ദ റിവർ, ആ നദിയുടെ അടുത്തെത്താൻ, പുഴയുടെ അടുത്തെത്താൻ 3 മണിക്കൂർ എടുക്കുന്ന ആര് പറഞ്ഞത്? woodcutter പറഞ്ഞത് അല്ലേ. ആൻഡ് ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ an hour, 1 മണിക്കൂർ കൂടുതൽ, ഏകദേശം 1.5 മണിക്കൂറോളം നടന്നത് കുട്ടിക്ക് തോന്നിയില്ലേ. അതുകൊണ്ടാണ് ഹി വാസ് ഷുവർ ദാറ്റ് ഹി ഹാഡ് വാക്ക്ഡ് ഹാഫ് ദ വേ, അല്ലെങ്കിൽ ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ, പകുതി ദൂരം സഞ്ചരിച്ചു എന്ന് മനസ്സിലാക്കാൻ കാരണം അങ്ങനെയാണല്ലേ. ഓക്കെ, ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ് അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് അല്ലേ. ആ പൊതിഞ്ഞു കൊണ്ടുവന്ന ബ്രെഡ് എന്ത് ചെയ്തു? ബ്രെഡിൻ്റെ
കഷ്ണം അഴിച്ചു അല്ലേ, പുതിയ അഴിച്ചു. ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്, അത് രണ്ട് ഭാഗമാക്കി മാറ്റി. ഓഫറിങ് 1 പോർഷൻ ടു ദ വില്ലേജ് ബോയ്, ഒരു പോർഷൻ ആർക്ക് കൊടുത്തു? വില്ലേജ് ബോയ്ക്ക് ഓഫർ ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ അതിൽ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നല്ലേ, ക്വസ്റ്റ്യൻ എ വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബോയ് ഈസ് റിവീൽഡ് ഹിയർ, കുട്ടിയുടെ എന്ത് മനോഭാവമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. കുട്ടിയുടെ എന്ത് മനോഭാവമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത് അല്ലേ. ദ ബോയ്സ് ഷെയറിംഗ് ആൻഡ് കമ്പാഷനേറ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് റിവീൽഡ് ഹിയർ, കുട്ടിയുടെ ഷെയറിംഗ് അല്ലെ, പങ്കുവയ്ക്കാനും ആൻഡ് കമ്പാഷനേറ്റ് അനുകമ്പ തോന്നിക്കുന്നതുമായിട്ടുള്ള മനോഭാവമാണ് ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഹാവ് യു എവർ ഷെയർഡ് യുവർ ഫുഡ് വിത്ത് ദ നീഡി, എന്താണ്, ആവശ്യക്കാർക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം ഷെയർ ചെയ്തിട്ടുണ്ടോ? ഡിസ്ക്രൈബ് സച്ച് എക്സ്പീരിയൻസസ് ഇഫ് എനി. അപ്പോൾ ഇതിൻ്റെ അനുഭവം നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കില്ലേ. ഞാനിപ്പോൾ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ആ അനുഭവം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് വേറൊരു ഒക്കേഷനായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാനിവിടെ എഴുതിയ ആൻസർ നമുക്ക് നോക്കാം. യെസ് ഐ ഹാവ്, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അറ്റ് സ്കൂൾ വെൻ എനിവൺ ഓഫ് us ഡിൻറ്റ് ബ്രിങ് സ്നാക്സ്, ആരും സ്നാക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വി ഷെയർ അവേഴ്സ്, ഞങ്ങൾ എന്ത് ചെയ്യായിരുന്നു, ഞങ്ങളുടെ ഇത് പകുത്ത് കുട്ടിക്ക് കൊടുക്കാറുണ്ടായിരുന്നു അർത്ഥം. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നില്ലേ. അതൊരു ഷെയറിങ് മെൻറ്റാലിറ്റി ആണല്ലോ, നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയാണത്. ഓക്കെ, ആറ്റിറ്റ്യൂഡാണത്. 12th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്, എന്തുകൊണ്ടാണ് കുട്ടി നിരാശനായി മാറിയത് അല്ലെ. എന്തുകൊണ്ടാണ് നിരാശനായി മാറിയത് നോക്കൂ. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്, ആരെന്നാ മിസ് ചെയ്തു? വില്ലേജ് ബോയിനെ മിസ് ചെയ്തു അല്ലേ. ഹിസ് ഹൗസ് വാസ് ഹിഡൻ ഫ്രം ദ വ്യൂ, കാഴ്ചയിൽ നിന്നും കുട്ടിയുടെ വീട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് മൗണ്ടൻ കൊണ്ട് അല്ലേ. ആൻഡ് ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ്, കാണാനില്ല, ഇതുവരെ നദി കാണാൻ പറ്റിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യുന്നു? സോ ദ ബോയ് ഫെൽറ്റ് ഡിസ്കറേജ്, അപ്പം കുട്ടിക്ക് കുറച്ച് നിരാശ തോന്നി ഇല്ലേ, ഡിസ്കറേജിൽ. 13th question, look at the 13th question. The boy found the silence impressive but frightening. Why? The boy found the silence impressive but frightening. കുട്ടിക്ക് എന്ത് തോന്നി? The boy found the silence impressive, ആ സൈലൻസ് നിശബ്ദത എന്തായി തോന്നി? ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ലേ. പക്ഷെ എന്താണ്? ബട്ട് ഫ്രൈറ്റനിങ്, കുറച്ച് ഭയപ്പെടുത്തുന്നതാണ് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ ഭയപ്പെടാൻ എന്തായിരുന്നു കാരണം അർത്ഥം അല്ലേ. നമുക്ക് നോക്കാം. The boy found the silence impressive but frightening because it was different from the silence of a room or street. ഇതെന്തായിരുന്നു? ഒരു സ്ട്രീറ്റിലോ അല്ലെങ്കിൽ ഒരു റൂമിലോ ഒരു തെരുവിലോ അല്ലെങ്കിൽ ഒരു മുറിയിലോ ഉള്ള സൈലൻസ് ആയിരുന്നില്ല ഈ സൈലൻസ്, അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല ഇത്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് ദ സ്പേസ്, ഇത് സ്പേസിൻ്റെ സൈലൻസ് ആയിരുന്നു. ഇറ്റ് വാസ് സൈലൻസ് ഓഫ് ദ സ്പേസ് ഓഫ് ദി അൺനോൺ, അറിയാത്ത എന്തോന്നിൻ്റെ സൈലൻസ് ആയിരുന്നു അല്ലേ. ദ സൈലൻസ് ഓഫ് ഗോഡ്, ഇത് സൈലൻസ് ഓഫ് ഗോഡ് ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇറ്റ് വാസ് ലിറ്റിൽ ഫ്രൈറ്റനിങ് എന്ന് പറയുന്നത്. ഇംപ്രസീവാണ് ബട്ട് ഫ്രൈറ്റനിങ് എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. 14ാമത്തെ ചോദ്യം അല്ലേ, 14th ക്വസ്റ്റ്യൻ. വാട്ട് ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്, ആ സൈലൻസ് ഓഫ് സ്പേസ് ബ്രോക്ക് ചെയ്ത് എന്താണത്? ലംഘിച്ചു അല്ലെങ്കിൽ ഭംഗം വരുത്തി, അതിൻ്റെ ഭംഗം വരുത്തി എന്താണെന്ന് അർത്ഥം. എന്താണെന്ന് നോക്കാം. ആൻസർ, ദ സൗണ്ട് ഓഫ് ദ റിവർ ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്. ആ സൈലൻസ് ഓഫ് സ്പേസ് ഈസ് ബ്രോക്കൺ ബൈ ദ സൗണ്ട് ഓഫ് ദ റിവർ. പുഴയുടെ ശബ്ദമായിരുന്നു സൈലൻസിനെ ബ്രേക്ക് ചെയ്തത് അല്ലേ. ദെൻ 15th ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ചോദ്യം. ദ ബോയ് സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. വൈ അല്ലേ, കുട്ടി എന്ത് ചെയ്തു? ഇങ്ങനെ തട്ടിത്തടഞ്ഞ് വഴിച്ചിട്ട് വീഴാറുണ്ടായിരുന്നില്ല, പക്ഷേ ബട്ട് സ്റ്റിൽ ഹി റാൻ, എന്നിട്ട് കുട്ടി എന്ത് ചെയ്തു? ഓടി. വൈ, എന്തുകൊണ്ട്? എന്തായിരുന്നു അതിന് കാരണം? അതിൻ്റെ കാരണം പറയൂ. ഓക്കെ, ദ ബോയ് വാസ് വെരി ത്രിൽഡ്, കുട്ടിക്ക് വളരെയധികം ആവേശഭരിതനായിരുന്നു അല്ലേ. ഹി വാസ് ഈഗർ ടു ഫീൽ ദ വാട്ടർ ഇൻ ദ റിവർ പേഴ്സണലി, കുട്ടിക്ക് എന്തറിയണം? ആ ഒരു റിവറിലുള്ള പുഴയിലുള്ള വെള്ളം ഒന്ന് അനുഭവിച്ചറിയണം, എങ്ങനെയാണെന്ന് അത് ഫീൽ ചെയ്തിട്ട് അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്തത്? വീണിട്ടൊക്കെ വീണ്ടും എഴുന്നേറ്റ് ഓടിയത് കൊണ്ടാണ്. ലാസ്റ്റ് പാർട്ട് 16th ക്വസ്റ്റ്യൻ. 16ാമത്തെ ചോദ്യത്തിൽ എയും ബിയും ഉണ്ട്. 16A എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വാട്ടർ. വെള്ളം, അതിലുള്ള വെള്ളം ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ എന്താണെന്ന് നോക്കാം. ഇതൊക്കെ വാക്കുകൾ വെച്ചാണ് വെള്ളത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കാം. ഇറ്റ് വാസ് പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. എന്നെന്താ പറയുന്നത് വെച്ചാൽ പെയിൻഫുള്ളി കോൾഡ് ആണ് മൗണ്ടൻ വാട്ടർ ആണല്ലേ. ഇറ്റ് വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. ഇത് ബ്ലൂ ആയിരുന്നു, വൈറ്റ് ആയിരുന്നു, വണ്ടർഫുൾ ആയിരുന്നു. ഇതാണ് പാടത്തെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാൻ, ഈ വെള്ളത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച വാക്കുകൾ. അല്ല, അവസാനത്തെ ക്വസ്റ്റ്യൻ. ദ വാട്ടർ ഇൻ ദ റിവർ ഈസ് ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ആർ അവർ റിവേഴ്സ് ദ സെയിം? ഇഫ് നോട്ട് വൈ? ദ വാട്ടർ ഇൻ ദ റിവർ ഈസ് ക്ലീൻ അല്ലേ, ആ വെള്ളം എന്തായിരുന്നു? ക്ലീൻ, ശുദ്ധമായതായിരുന്നു അല്ലേ. ആൻഡ് ബ്രൈറ്റ്, നല്ല തെളിച്ചമുള്ളതായിരുന്നു അല്ലേ. ആർ അവർ റിവേഴ്സ് ദ സെയിം? നമ്മുടെ നദികളൊക്കെ അങ്ങനെയാണോ? ഇഫ് നോട്ട്, അങ്ങനെ അല്ലെങ്കിൽ വൈ, എന്തുകൊണ്ടെന്നർത്ഥം എന്താണ് ചോദിക്കുന്നത് അല്ലേ. നോ, ഓൾ ദ റിവേഴ്സ് ആർ നോട്ട് ദ സെയിം. എല്ലാ പുഴകളും ഒരുപോലെ അല്ല അല്ലേ.
The water in the rivers flowing through towns and cities is not so clean and bright as that of this river. അല്ലേ? എന്താണ് ടൗണിലൂടെയും സിറ്റിയിലൂടെയൊക്കെ ഒഴുകുന്ന വാട്ടർ അല്ലേ, അത് എന്താണ് ഈ പുഴയെ പോലെ എന്തല്ല ക്ലീനും ബ്രൈറ്റും അല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ പൊല്യൂട്ടഡ് ബൈ മെൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യന്മാരതിനെ മലിനമാക്കി കളയുന്നു. ഫാക്ടറി കൊണ്ടും മറ്റു പല സംഭവങ്ങൾ കൊണ്ടൊക്കെ പല മാലിന്യങ്ങൾ തള്ളിയിട്ടൊക്കെ മനുഷ്യർ ഈ നദികളെ മലിനമാക്കിയതുകൊണ്ട് അതെന്തല്ല അത്രയും ക്ലീനും ബ്രൈറ്റും അല്ല. ഓക്കെ, we are concluding the part here. Have a nice day. Thank you very much.